ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നേ വാഗമണിലെ ചോറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകെ കണ്ടോ, അവിടെ ചെറിയ ജംഗ്ഷൻ ഉണ്ട്. അവിടെ റൈറ്റോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉളുപ്പുണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളിയായി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കെന്നാൽ ആ വഴിക്കൊന്ന് പോയി നോക്കിയാലോ. ഇന്ന് നമ്മൾ വാഗമണിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ. ഈ വഴിക്ക് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ വഴി നേരെ പോണത് നമ്മുടെ തൊടുപുഴ, കഞ്ഞാറ്, മൂവാറ്റുപുഴ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. പോകുന്ന വഴി നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇതാ ഈ റിസോർട്ടിൻ്റെ കിടക്കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇതാണ് ചോറ്റുപാറ ജംഗ്ഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ആ കാണുന്ന വഴിക്കാണ് പോകുന്നത്. നമുക്ക് ആ വഴിക്ക് പോയിട്ട് വരാം. ആ മലനിരകളിലൊക്കെ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടേ. അതുപോലെ അങ്ങോട്ട് നോക്കി, അവിടെയൊക്കെ റിസോർട്ടുകൾ ഇരിക്കുന്നുണ്ടോ. എത്ര റിസോർട്ടാണ് മലയുടെ മുകളിൽ കൂടി ഇരിക്കുന്നത്. ഒരു ചെറിയ പുഴ ഒഴുകി പോകുന്നുണ്ടോ. ചെറുതെന്ന് പറയാൻ പറ്റില്ല, മഴയായാൽ വലുതാവും. ഈ വഴി നേരത്തെ തീർത്ത് മോശമായിരുന്നേ, ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. ഒത്തിരി ജീപ്പുകാർ ഓടുന്നൊരു വഴിയായതേ, ഓഫ് റോഡ് ജീപ്പൊക്കെ. ഇപ്പം പക്ഷേ ജീപ്പൊന്നും കാണുന്നില്ല. ഇട ദിവസം ആയതുകൊണ്ട് അങ്ങനെ ആളില്ലാന്ന് തോന്നും. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു വ്യൂ ഉള്ളതുപോലെ എനിക്ക് തോന്നിയേ. അപ്പോൾ കയറി നോക്കിയപ്പോൾ എന്താണെന്ന് കണ്ടതെന്ന് വെച്ചാൽ നല്ല അതിമനോഹരമായൊരു തേയിലത്തോട്ടം. മനോഹരം എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാതിരിക്കും അല്ലേ. നമുക്കിവിടെ ഒന്ന് കയറി നോക്കാവേ. ഇങ്ങനൊരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് കാണാവുന്നതേ ഈ വാഗമണിലെ മുട്ടക്കുന്നും മലഞ്ചെരുവുകളൊക്കെയാണേ. പക്ഷേ ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കി, എന്തുവാ അവിടുത്തെ കാഴ്ചയൊക്കെ. ആ മലയുടെ മുകളിൽ കൂടെ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റിസോർട്ടുണ്ട്. ഇങ്ങനെ താഴെ ഒരു നല്ല തേയിലത്തോട്ടമുണ്ട്. നമ്മൾ അപ്പറേ കണ്ടതായിരുന്നു നല്ലത്, ഇപ്പറേ കണ്ടതായിരുന്നു നല്ലതെന്ന് ഉള്ള ഒരു ആലോചനയായിപ്പോയി കേട്ടോ ഇവിടെ വന്നുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ. ഇവിടെയും ഉണ്ട് ചെറിയൊരു തേയിലത്തോട്ടമൊക്കെ. പക്ഷേ ആ താഴെ കാണുന്ന റിസോർട്ടല്ല, അത് അവരുടെ ഒരു വീടാണ് കേട്ടോ. ആ വീട്ടുകാരുടെ ആയിരിക്കും ഈ തേയിലത്തോട്ടമൊക്കെ. ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞല്ലോ വളരെ മോശമായിട്ടില്ല, പോകത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഓഫ് റോഡ് ജീപ്പ് മാത്രമേ ഇതിലെ പോകുള്ളായിരുന്നു. ഇപ്പോൾ ഏതായാലും ടാറിങ് ഒക്കെ ചെയ്ത്, പണ്ട് ഇതിലെ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നോ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെയും ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ കാണാവേ. പക്ഷേ ഇതിനെക്കാട്ടിലും ഉണ്ടല്ലോ. നമുക്ക് ഈ താഴോട്ട് നോക്കിയാലോ. വേറെ ലെവലാട്ടോ. താഴത്തെ ആ തേയിലത്തോട്ടവും അതിൻ്റെ ഇടയ്ക്കോട്ടുള്ള വഴിയും അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുറേ ഭാഗം എന്നാണ് ഉപേക്ഷിച്ച് പോയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ. അതിൻ്റെ മേളിൽ കണ്ടോ കുറച്ച് റിസോർട്ടുകൾ അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ഇവിടെ എവിടേക്കല്ലേ ഈ റിസോർട്ടുകൾ വരുന്നത്. എന്തായാലും ഈ ഉളുപ്പൂണിക്ക് വരുന്ന വഴിയുണ്ടല്ലോ, നമ്മൾ നേരത്തെ വരുന്നതല്ലേ. ഇപ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം. താഴെക്കൂടെ റോഡ് പോകുന്നുണ്ട്, ആ വഴിക്കൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടേ. താഴോട്ടുണ്ട് റോഡ്, മേളിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ. അവിടെ ഒരു കോട്ടേജൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു മരം പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെയെല്ലാം കോൺക്രീറ്റ് ചെയ്തേക്കോ കേട്ടോ റോഡ്. മഴ പെയ്താൽ പെട്ടെന്ന് പോകുന്ന ഭാഗം ഇവിടെയൊക്കെ. അതുകൊണ്ടാണ് തേയിലയൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. കാണാനും ഒരു ഭംഗി വേണം. ഇതൊരു പഴയ പാലമാണ് കേട്ടോ. ഈ പാലം കടന്ന് ഇങ്ങോട്ട് വന്നേ. ഈ പാലത്തെ താഴോട്ട് നോക്കുമ്പോഴേ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടോ. ഈ പുഴ അവിടെ താഴെ ഇടുക്കി ഡാമിലേക്ക് ചെന്ന് ചേരുന്നതേ. ഇതിൻ്റെ ഒരു വനഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നേരത്തെയൊക്കെ വന്നപ്പോൾ നല്ല ഇരുണ്ട കാടൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒഴുകുന്ന ഒരു പുഴയായിരുന്നത്. തേയിലക്കാടാ മൊത്തം. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വരുന്നുണ്ടോ. എല്ലായിടത്തും തേയിലക്കാടാണ് കേട്ടോ. പക്ഷെ കാണാനൊരു ഭംഗിയുണ്ട്, കുറച്ചാണെങ്കിലുമേ. ഇവിടെ ഒരു പള്ളിയൊക്കെ കണ്ടോ. ഈ കിടക്കുന്ന വഴിക്കൂടെ നമുക്ക് കോട്ടമലക്കൊക്കെ പോകുന്ന റോഡാണ്. പക്ഷേ കുറച്ച് ഭാഗമേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പക്ക ഓഫ് റോഡാണ്. അപ്പം നമ്മൾ മുന്നോട്ട് ഈ വഴിക്ക് ഇനി കുറച്ചുകൂടെ താഴോട്ട് പോകണം നമുക്ക്.
ഉളുപ്പൂണി സിറ്റിയിലേക്കൊക്കെ ചെല്ലാനേ. അപ്പം നമ്മൾ ഉളുപ്പൂണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെയും വീണ്ടും നമുക്ക് മുന്നോട്ടൊക്കെ പോകാം. ഉളുപ്പൂണിയിലെ പള്ളിയുണ്ടോ, നമ്മൾ അപ്പുറത്ത് കണ്ട CSC പള്ളിയാണേ, ഇവിടുത്തെ കത്തോലിക്ക പള്ളി. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാവേ. ഇവിടെ ഒരു കടയൊക്കെ കാണാം. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കൂട് നിൽക്കുന്നുണ്ടോ, പൂമരങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് അവിടെ. ഇവിടെ കണ്ടോ ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് റിസോർട്ടുകളാണ് ഇതിനകത്ത്, കോട്ടേജുകളും റിസോർട്ടുകളും. ഇത്തിരി ഭംഗിയുള്ളൊരു കാഴ്ചകളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ വഴി നേരെ പോകുന്നത് ഉളുപ്പൂണി ടണലിലേക്കാണേ. ടണലിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, കുറച്ചങ്ങോട്ട് ചെന്നാൽ പക്ക ഓഫ് റോഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയാൽ ആ പുല്ലുമേട്ടിലേക്ക് പോകാം കേട്ടോ. കുറേ ജീപ്പുകളൊക്കെ കയറി പോകുന്ന കാണാം. നമുക്കൊന്ന് പോയി നോക്കാം. താഴെ നിന്ന് ഇങ്ങോട്ട് ഓഫ് റോഡാണ് കേട്ടോ. ഇതുണ്ട് നമ്മളിങ്ങനെ കയറി വന്നപ്പം വണ്ടി നമ്മൾ ഇവിടെ വെച്ചേ. ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന വഴിയും താഴെ നിന്ന് വരുന്ന വഴിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിലേ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട്. ഇത് കുറേ നടക്കാനുണ്ടോ. ഉളുപ്പൂണിയിലെ പുൽമേടുകൾ കാണാൻ ഈ രണ്ട് വഴിയും കൂടെ ഒന്നിച്ചിവിടെ വന്നാൽ കൂടുന്നു കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് നമുക്കതിന് കുറച്ച് മേളി വരെ ഒന്ന് പോയിട്ട് വരാവേ, അതേ നടപടിയുള്ളൂ. മുകളിലേക്ക് കുറച്ച് കയറ്റമാണേ. നേരത്തെ ജീപ്പിലെ കുറേ എണ്ണം കയറി പോകുന്നുണ്ടായിരുന്നു. പുല്ലിൻ്റെ എല്ലാം പച്ചപ്പ് പോയി കേട്ടോ. ഇപ്പോൾ ഇതിലെ കയറി കറങ്ങി തിരിഞ്ഞ് വരുമായിരിക്കും. ഓ പക്ക ഓഫ് റോഡാണ്. ജീപ്പ് ഇതിലേക്കാണ് കയറുന്നത്. ഇതിലേ പോകുന്നുണ്ട്. ഇതിനിയും കുറേ കൂടെ മുകളിലോട്ട് പോകാനുണ്ടായി. നമ്മുടെ കല്യാണത്തണ്ടൊന്നും പോകുന്ന പോലെ അല്ല കേട്ടോ. മുകളിൽ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാവേ. തുമ്പി പറക്കുന്നുണ്ടോ, മഴയെങ്ങാനും പെയ്യുമോ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാവേ. റിസോർട്ടുകൾ, മലനിരകൾ ഇതുണ്ടോ. പക്ഷേ ഇതുണ്ടല്ലോ, നമ്മൾ കയറിയിട്ടും ടോപ്പിൽ എത്തുന്നില്ല. ഇപ്പം വഴി കുറച്ച് നിരപ്പായി തോന്നുന്നു. ജീപ്പിൻ്റെ വീൽപ്പാട് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഇതാണ് ഉളുപ്പൂണിയിലെ പുൽമേട് കാഴ്ചകൾ കേട്ടോ. നമ്മളെ ഇതിലെ പോയിട്ട് ഇറങ്ങിപ്പോവുകയാണേ. കാരണം സമയം കുറേ ആയി. നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതിൻ്റെ മുകളിലൊക്കെ പോകാം. മുകളിലോട്ട് പോയാൽ കുറേ കാഴ്ച കാണാനുണ്ട്. ഒരു 2 കിലോമീറ്റർ കൂടെ മുകളിലോട്ട് പോകണം. ഒത്തിരി ദൂരമൊക്കെ കാണാവേ. അപ്പോൾ വന്ന വഴി തന്നെ നമുക്ക് താഴോട്ട് പോവാം. കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ നല്ലതായിരുന്നു. അതിലെല്ലാം ജീപ്പ് ഓടുന്ന ചാലുകളൊക്കെ കാണാവേ. ഉളുപ്പൂണിയിലെ കാഴ്ചകൾ കണ്ടോ? നിങ്ങളെ ഞാൻ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് നിർത്തിക്കളഞ്ഞെന്ന് പറയുമല്ലേ. കാരണം എന്നാണെന്നറിയോ, ഇപ്പോൾ ഒന്നാമത് സമയം പോയി, 4:30 കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് എത്താണ്ട് ഏതാണ്ട് 70 കിലോമീറ്റർ പോകണം. അപ്പം ആ ഒരു ദൂരമുണ്ട്. പിന്നെ വണ്ടി പകുതി വഴിക്ക് ഓഫ് റോഡിലാണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വണ്ടി ഇറക്കി താഴെ റോഡിലെത്താനായിട്ട് അതിനും സമയം പിടിക്കും. അപ്പോൾ മൊത്തത്തിൽ ആലോചിച്ചപ്പോൾ നമുക്കൊരു ദിവസം എന്തായാലും ഇവിടേക്ക് മുകളിൽ വരെ പോകാൻ വേണ്ടി ഒന്ന് വരണം. എപ്പോൾ വരാൻ പറ്റുമോ അങ്ങനെ വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇവിടെ കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങോട്ട് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.